കോടമ്പുളൂർ ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി കലോത്സവം ശലഭോത്സവം കുരുന്നുകളുടെ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായി. ബേളൂർ ശിവക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. പഞ്ചായത്ത് പരിധിയിലെ 43 അംഗൻവാടികളിൽ നിന്നുള്ള 257ഓളം കുട്ടികളാണ് ശലഭോത്സവത്തിൽ പങ്കെടുത്ത് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ തന്നെ അനൗൺസറുടെ ചുമതല കൂടി ഏറ്റെടുത്ത് പരിപാടി ആദ്യാവസാനം നിയന്ത്രിച്ചതും കൗതുക കാഴ്ചയായി മാറി. അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ കലാമേളയെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കി. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ തുക വകയിരുത്തിയാണ് ശലഭോത്സവം എന്ന പേരിലുള്ള കലാമേള സംഘടിപ്പിച്ചത്. കുരുന്നുകളുടെ നിഷ്കളങ്കമായ പ്രകടനങ്ങൾ ഓരോന്നും കാണികളിൽ കൗതുകവും സന്തോഷവും നിറച്ചു. ബേളൂർ ശിവക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ കലോത്സവം രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ നമ്മുടെ നാട്ടിനകത്തുള്ള ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വന്നു പോവുകയും അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആവശ്യമായിട്ടുള്ള പിന്തുണകൾ നൽകുകയും ചെയ്യുന്ന ക്ഷേമകരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്ന മേഖല കൂടിയാണ് അംഗനവാടി. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും വിശദമായിട്ടുള്ള വിവരം അന്വേഷിക്കാൻ പറ്റിയ ഒരു കേന്ദ്രം കൂടിയാണ്. എല്ലാ മേഖലയിലുള്ള ആളുകളെയും ചേർത്ത് നിർത്തേണ്ടുന്ന ഇടം കൂടിയാണ് ഓരോ അംഗനവാടിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു അംഗനവാടി ആ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ആ നാട്ടിനകത്തിലെ എല്ലാ ആളുകൾക്കും വന്നുപോകുന്ന ഇടം മാത്രമല്ല, ആ അംഗനവാടികളെയെല്ലാം സുരക്ഷിതമായി നിലനിർത്തുന്നതിന്റെ ഉത്തരവാദിത്വം കൂടി ഉള്ളത് ആ നാട്ടിലുള്ള ആളുകൾക്കാണ്, നമുക്ക് എല്ലാവർക്കും. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ പി ഗോപി, എം വി ജഗന്നാഥ്, നിഷ അനന്തൻ, ബിന്ദു എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർമാരായ മിനി ജോസ് സ്വാഗതവും ജയന്തി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം.